പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്യാൻസറിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ സംഘടിപ്പിക്കുന്ന സുഹൃത സഞ്ചാരം ബോധവൽക്കരണ യാത്രയ്ക്ക് കോഴിക്കോട്ട് സ്വീകരണം. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഡെപ്യൂട്ടി മേയർ മീര ദർശക് ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ ആരംഭത്തിലെ കണ്ടുപിടിക്കുന്നതെങ്ങനെ, സൗജന്യമായ ചികിത്സ ലഭിക്കുന്ന ആശുപത്രികൾ, സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് എങ്ങനെ എന്നിവ സംബന്ധിച്ച് പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ സുഹൃത സഞ്ചാരം ക്യാൻസർ ബോധവൽക്കരണ യാത്ര സംഘടിപ്പിച്ചതെന്ന് JCI കോഴിക്കോട് പ്രസിഡന്റ് അയന ടോംടൺ പറഞ്ഞു. ക്യാൻസർ എങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളെ പറ്റിയും അതിന് ചികിത്സ എവിടെയൊക്കെ ലഭിക്കുമെന്നും സൗജന്യമായ ചികിത്സയെക്കുറിച്ചും ഇൻഷുറൻസ് എന്നീ പദ്ധതികളെക്കുറിച്ചും ഈ യാത്രയിൽ പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സ്വീകരണ യോഗം ഡെപ്യൂട്ടി മേയർ മീര ദർശക് ഉദ്ഘാടനം ചെയ്തു. അയന ടോംടൺ അധ്യക്ഷം വഹിച്ചു. മലബാർ ഹോസ്പിറ്റൽസ് MD ഡോക്ടർ PA ലളിത, സുപ്രഭാതം ചീഫ് എഡിറ്റർ നവാസ് പൂനൂർ, JCI സെക്രട്ടറി രാകേഷ് മേനോൻ, അറാഫത്ത് എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 13 കാസർഗോഡ് നിന്നും ആരംഭിച്ച ബോധവൽക്കരണ യാത്ര 22 തിരുവനന്തപുരത്ത് സമാപിക്കും. ക്യാൻസറിനെ കുറിച്ചുള്ള ടെലിഫിലിമും പ്രദർശിപ്പിക്കുന്നുണ്ട്. ക്യാൻസറിന്റെ കാര്യകാരണങ്ങൾ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചില ഫലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ചെടികൾ തുടങ്ങിയവ ക്യാൻസറിന് കാരണക്കാരായും മറ്റു ചിലവ ക്യാൻസർ മാറ്റുന്ന ദിവ്യ ഔഷധങ്ങളായും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. മിഥ്യാധാരണകളിൽ അകപ്പെടാതെ ശരിയായ സമയത്ത് ശാസ്ത്രീയ ചികിത്സാ രീതികൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ക്യാൻസർ പരിപൂർണമായി സുഖപ്പെടുത്താനാവുന്നതാണെന്ന് ബോധവൽക്കരണ യാത്ര പൊതുജനങ്ങളോട് പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരിഷ്കരിച്ച കെട്ടിട വാടക ബിൽ